തിരുവനന്തപുരം മൃഗശാലയിൽ സൂപ്പർവൈസറെ കടുവ ആക്രമിച്ചു. രാവിലെ കൂട് വൃത്തിയാക്കുന്നതിനിടയിലാണ് സംഭവം. വയനാട് നിന്ന് പിടികൂടി മൃഗശാലയിൽ എത്തിച്ച കടുവയാണ് ആക്രമിച്ചത്. സുലേഖ ശശികുമാറിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുലേഖ, രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി? ഭദ്ര, എന്തായാലും നിലവിൽ ഇപ്പോൾ ചികിത്സയ്ക്ക് ശേഷം ഈ കൂട് വൃത്തിയാക്കുന്ന ഈ മൃഗശാലയിലെ ജീവനക്കാർ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട് നിന്ന് എത്തിച്ച ബബിത എന്ന് പറയുന്ന കടുവയാണ് ഇത്തരത്തിൽ കൂട് വൃത്തിയാക്കുന്നതിനിടെ ഈ സൂപ്പർവൈസറെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കൂട് വൃത്തിയാക്കുന്നതിനിടയിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് എടുത്തു മാറ്റുന്നതിനിടെയാണ് ഇത്തരത്തിൽ കടുവയുടെ കൈ കൊണ്ട് നെറ്റിയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നെറ്റിയിൽ 4 സ്റ്റിച്ചുകളോളം ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ജനറൽ ഹോസ്പിറ്റലും പിന്നീട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സ തേടിയത്. ഇപ്പോൾ എന്തായാലും ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിനായി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം മൃഗശാലയിലെ സൂപ്പർവൈസറെയാണ് ഇത്തരത്തിൽ കടുവ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാവിലെ കൂട് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. വയനാട്ടിൽ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ച കവിത എന്ന് പറയുന്ന കടുവയാണ് ഈ സൂപ്പർവൈസറെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഭദ്ര, തിരുവനന്തപുരം മൃഗശാലയിൽ സൂപ്പർവൈസറെ കടുവ ആക്രമിച്ചു. കൂട് വൃത്തിയാക്കുന്നതിനിടയിലാണ് സംഭവം.